മുടി കൊഴിച്ചിൽ കാരണം മുടി ചീകാനും മുടി കഴുകാനും പേടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ചലഞ്ചാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യണം. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം മുടിയുടെ ഗ്രോത്തിലേക്ക് പോകാനായിട്ട്. മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ ഷോർട്ടിൽ പറയുന്നത് കേട്ടോ. പല വീഡിയോസ് കണ്ട് കൺഫ്യൂഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഷോർട്ട്. അതായത് ഒരു ബിഗിനറാണ് അല്ല എങ്കിൽ ഹെവി ആയിട്ട് മുടി കൊഴിയുന്ന ഒരാളാണ് എങ്കിൽ ആദ്യത്തെ 7 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ആദ്യം തന്നെ മുടി കൊഴിച്ചിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊരു പ്രശ്നത്തിനും പിറകിലൊരു റീസൺ ഉണ്ടാകുമെന്നത് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണല്ലേ. ആ റീസൺ കണ്ടുപിടിച്ച് അത് നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. ബൈ ബൈ.